അപ്പോൾ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ ഈ ചില ടേംസ് യൂസ്ഡ് ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണം ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളതും ഹൂസ് എ കൺസ്യൂമർ എന്നുള്ളതും. രണ്ടും ശരിക്കും പഠിച്ചു വെക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂസ് എ കംപ്ലൈനൻറ്റ്. കംപ്ലൈനൻറ്റ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കംപ്ലൈനൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2(1)(b), കംപ്ലൈനൻറ്റ് മീൻസ് ആരൊക്കെ ആവാം, കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആളുകൾ ആരൊക്കെ ആവാം? എ കൺസ്യൂമർ, എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ രജിസ്റ്റേർഡ് അണ്ടർ ദ Companies Act 1956 or under any other law for the time being in force. Then one or more consumers, where there are numerous consumers having the same interest. ചിലപ്പോൾ ഒറ്റയ്ക്കൊരു കൺസ്യൂമർ ആവാം പരാതി കൊടുക്കുന്നത്, ചിലപ്പോൾ ഒരു വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആവാം കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം. ഇതുമല്ലെങ്കിൽ വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് ഹാവിങ് ദ സെയിം പ്രോബ്ലം, ഒരേ പ്രശ്നമുള്ള ഒന്നോ രണ്ടോ ആളുകൾ, അതിലധികം ആളുകൾ ഒരുമിച്ച് കൊടുക്കുന്ന കംപ്ലയിൻ്റ് ആവാം. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ കൺസ്യൂമർ, ഹിസ് ലീഗൽ ഹയർ ഓർ റെപ്രസെൻറ്റേറ്റീവ് ഹൂ ഓർ വിച്ച് മേക്സ് എ കംപ്ലയിൻറ്റ്. അപ്പം ഒരാൾ എന്തെങ്കിലും പ്രശ്നം കാരണം മരിച്ചു പോയിട്ടുണ്ട്, അയാളുടെ ലീഗൽ ഹയേഴ്സ് അവർക്കും വേണേൽ പരാതി കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഏത് ഗണത്തിൽപ്പെട്ട ആളുകളും ഒരു എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ യൂസ് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റിയ ഇവരെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെയാണ് കംപ്ലൈനൻറ്റ് എന്നുള്ള ആ ഒരു ഡെഫിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കംപ്ലൈനൻറ്റ് മീൻസ് എ കൺസ്യൂമർ ആവാം, എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് ഹാവിങ് ദ സെയിം പ്രോബ്ലം, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ കൺസ്യൂമർ ഹിസ് ലീഗൽ ഹയേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ഇതാണ് കംപ്ലൈനൻറ്റിൻ്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ ഡിസ്പ്യൂട്ട് വെയർ ദ പേഴ്സൺ അഗെയിൻസ്റ്റ് whom a complaint has been made denies or disputes the allegations contained in the complaint. അതായത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്ത ആൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഡിസ്പ്യൂട്ട് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ എന്തെങ്കിലും ഒരു തർക്കം വേണം. മനസ്സിലായി? ഒരു തർക്കത്തിനെയാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയാം. അപ്പോൾ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ ഡിസ്പ്യൂട്ട് വെർ ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം എ കംപ്ലയിൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് denies or disputes the allegations contained in the complaint. ഓക്കെ, അന്നേരം അതൊരു എന്താ പറയുക, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ആവുന്നുള്ളൂ. ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഇസ് മാനുഫാക്ചർ. മാനുഫാക്ചർ എന്ന് പറയുന്ന ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെയാണ്, മാനുഫാക്ചർ ചെയ്യുന്നത് ആരാണോ അവരെയാണ് പറയാം. അപ്പം മാനുഫാക്ചർ ആസ് പെർ സെക്ഷൻ 2(1)(j ഇസ് എ പേഴ്സൺ ഹൂ മേക്സ് ഓർ മാനുഫാക്ചേഴ്സ് എനി ഗുഡ്സ് ഓർ പാർട്ട് ദെയർ ഓഫ്. മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, ഒന്നുകിൽ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ മാത്രമേ അയാൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരും മാനുഫാക്ചർ എന്നുള്ളതിൽ പെടും. മേക്സ് ഓർ മാനുഫാക്ചേഴ്സ് എനി ഗുഡ്സ് ഓർ പാർട്ട് ദെയർ ഓഫ്, ഓർ ഡസ് നോട്ട് മേക്ക് ഓർ മാനുഫാക്ചർ എനി ഗുഡ്സ് ബട്ട് അസംബിൾസ് പാർട്ട് ദെയർ ഓഫ് മെയ്ഡ്. അതായത് ചിലപ്പം പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, എല്ലാ സാധനവും കൂടെ. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, അതിൻ്റെ എല്ലാ ഇതും വാങ്ങിക്കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന ആളായാലും അവർ നമ്മൾ മാനുഫാക്ചർ എന്ന് പറയും. Put or causes to be put his own mark on any goods made or manufactured by other manufacturer and claims such goods to be goods made or manufactured by himself. അതായത് വേറെ ആരെങ്കിലും ഇപ്പം മാനുഫാക്ചർ ചെയ്ത സാധനമാവാം, പക്ഷെ അതിൽ എന്ത് ചെയ്യുന്നു? സ്വന്തം ലാബിൽ കുത്തിങ്ങാണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് അത് പ്രകാരം വിൽക്കുന്നു. ഇപ്പം ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാം നിങ്ങൾക്ക്, വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൾക്കായിട്ട് ഇപ്പം കൃഷി ചെയ്യുന്ന ആളുകളാണ്. അല്ല, ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു മുളക് പൊടി എടുക്കാം. മുളക് അവർ ഒരുമിച്ചൊരു മില്ലിൽ പൊടിപ്പിച്ച് കൊണ്ടുവെക്കുന്ന മുളക് പൊടി, പക്ഷേ ഇവരെന്ത് ചെയ്യും? ഇവരെ ലാബിൽ വെച്ചിട്ട്, ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ലാബിൽ വെച്ച് വിതരണം ചെയ്യും. അപ്പം അങ്ങനെയായാലും അവരെയും മാനുഫാക്ചർ എന്നുള്ള പട്ടികയിൽ പെടുത്താൻ പറ്റും.
മനസ്സിലായോ? അപ്പോൾ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ആരാ? എ പേഴ്സൺ മേക്സ് ഓർ മാനുഫാക്ചർ എനി ഗുഡ്സ് ഓർ പാർട്ട് ദെയർ ഓഫ്, അല്ലെങ്കിൽ ഡസ് നോട്ട് മേക്ക് ഓർ മാനുഫാക്ചർ എനി ഗുഡ്സ് ബട്ട് അസംബിൾസ് പാർട്സ് ദെയർ ഓഫ് ഫ്രം മെയ്ഡ് ഓർ മാനുഫാക്ചേർഡ് ബൈ അതേഴ്സ് ആൻഡ് ക്ലെയിംസ് ദ എൻഡ് പ്രോഡക്റ്റ് ടു ബി ഗുഡ്സ് മാനുഫാക്ചേർഡ് ബൈ ഹിംസെൽഫ്. അത് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച സാധനം ഇരിക്കുക കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അസംബിൾ ചെയ്തിട്ട് സ്വന്തം ലാബിലിട്ട് അങ്ങോട്ട് കൊടുത്തേക്കും. ഓക്കെ. അല്ലെങ്കിൽ പുട്സ് ഓർ കോസസ് ടു ബി പുട്ട് ഹിസ് ഓൺ മാർക്ക് ഓൺ എനി ഗുഡ്സ് മെയ്ഡ് ഓർ മാനുഫാക്ചേർഡ് ബൈ എനി അതർ മാനുഫാക്ചറർ. വേറെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ച സാധനം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തം മാർക്ക് എന്താ പറയുക ഇതിൽ കൊടുക്കുന്നു, ലാബിൽ ഒട്ടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവരെ മാനുഫാക്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി നമുക്കുള്ളത് പേഴ്സൺ ആരാന്ന് നോക്കാം. ആസ് പെർ സെക്ഷൻ 21M, പേഴ്സൺ ഇൻക്ലൂഡ്സ് എ ഫേം വെദർ രജിസ്റ്റേർഡ് ഓർ നോട്ട്. പേഴ്സൺ എന്നുള്ള പട്ടികയിൽ ഇൻഡിവിജ്വൽസ് മാത്രമല്ല വരിക. ആരൊക്കെ വരും? എ ഫേം വെദർ രജിസ്റ്റേർഡ് ഓർ നോട്ട്. രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല, ഒരു ഫേം ആയാൽ മാത്രം മതി. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എ കോപ്പറേറ്റീവ് സൊസൈറ്റി, എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് whether registered under Societies Registration Act 1860 or not. അപ്പോൾ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ അസോസിയേഷൻ ഓഫ് പേഴ്സൺസും ഇതിൽ വരുന്നതാണ്. രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഏതിൽ വരുന്നതാണ്? പേഴ്സൺ എന്നുള്ള ഒരു ലാബലിൽ വരുന്നവർ ആരൊക്കെയാണ്? ഫേം ആവാം, HUF, കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഓക്കെ. എന്താണ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് നോക്കാം. റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് മീൻസ് എനി ട്രേഡ് പ്രാക്ടീസ് വിച്ച് റിക്വയേഴ്സ് എ കൺസ്യൂമർ ടു ബൈ, ഹയർ ഓർ അവെയിൽ ഓഫ് എനി ഗുഡ്സ് or as the case may be services as condition precedent for buying, hiring or availing of other goods or services. ഇപ്പോൾ റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള കച്ചവട സമ്പ്രദായങ്ങളും ആവാം. എനി ട്രേഡ് പ്രാക്ടീസ് വിച്ച് റിക്വയർ എ കൺസ്യൂമർ ടു ബൈ, ഹയർ ഓർ അവെയിൽ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് ആസ് ദ കേസ് മേ ബി, സർവീസസ് ആസ് എ കണ്ടീഷൻ പ്രിസിഡൻറ്റ് ഫോർ ബൈയിങ്, ഹയറിങ് ഓർ അവെയിലിംഗ് ഓഫ് അതർ ഗുഡ്സ് ഓർ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അവിടെ ഒരു എന്താ പറയുക, അത് വാങ്ങുന്നതിൻ്റെ മുമ്പായിട്ടൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു ഗുഡ്സ് ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ് പ്രാക്ടീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയാം. ഇനി എന്താണ് സർവീസ് എന്നുള്ളത് പറയുന്നുണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ വിച്ച് മെയ്ഡ് അവൈലബിൾ ടു പൊട്ടൻഷ്യൽ യൂസേഴ്സ് ആൻഡ് ഇൻക്ലൂഡ്സ് ദ പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ബാങ്കിങ്, ഫിനാൻസിങ്, ഇൻഷുറൻസ്, transport, processing, supply of electrical or other agency, boarding or lodging or both, housing construction, entertainment, amusement or the purveying a news or other information. അതായത് ഏത് തരത്തിലുള്ള സേവനങ്ങളും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കുറേ കോമട്ട് പറഞ്ഞിട്ടില്ലേ, ബാങ്കിങ്, ഫിനാൻസിങ്, ഇൻഷുറൻസ് എന്നൊക്കെ, എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഏതിൽ ഉൾപ്പെടുത്താം? സർവീസ് എന്നുള്ള പട്ടികയിൽ. ദ ടേം ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റെൻഡറിങ് ഓഫ് എനി സർവീസ് ഫ്രീ ഓഫ് ചാർജ് ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് പേഴ്സണൽ സർവീസ്. അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സേവനങ്ങളൊന്നും ഈ സർവീസ് എന്നുള്ള ഡെഫിനേഷനിൽ വരില്ല. ബാക്കി എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഡെഫിനേഷനിൽ വരും. അതായത് സർവീസ് മീൻസ് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ വിച്ച് ഇസ് മെയ്ഡ് അവൈലബിൾ ടു പൊട്ടൻഷ്യൽ യൂസേഴ്സ്. അതിൽ ഏതൊക്കെ പെടും എന്നുള്ളതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ് പറയുന്നത്. ടെക്സ്റ്റ് നിവർത്തി വെക്കുക, അതിൽ ശ്രദ്ധിച്ചിട്ട് വായിക്കും. ഇനി ഹൂ ഇസ് എ ട്രേഡർ എന്നുള്ളതാണ്. ട്രേഡർ ഇൻ റിലേഷൻ ടു എനി ഗുഡ്സ് മീൻസ് എ പേഴ്സൺ ഹൂ സെൽസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് എനി ഗുഡ്സ് ഫോർ സെയിൽ ആൻഡ് ഇൻക്ലൂഡ്സ് ദ മാനുഫാക്ചറർ ദെയർ ഓഫ് ആൻഡ് വെയർ സച്ച് ഗുഡ്സ് ആർ സോൾഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പാക്കേജ് ഫോം ഇൻക്ലൂഡ്സ് എ പാക്കർ ദെയർ ഓഫ്. അപ്പോൾ ട്രേഡർ എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ ആരാണോ സാധനങ്ങൾ വിൽക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരെ എന്താക്കാം? നമുക്ക് ഒരു ഗുഡ്സ് വിൽക്കുന്ന ആളെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ശരിക്കും ട്രേഡർ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ്, ട്രേഡർ എന്നുള്ള ഡെഫിനേഷനിൽ ആരൊക്കെ പെടുന്ന പറയുന്നത്? ദ മാനുഫാക്ചറർ ദെയർ ഓഫ്, മാനുഫാക്ചറർ വിടും. വേർ സച്ച് ഗുഡ്സ് ആർ സോൾഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പാക്കേജ് ഫോം, പാക്ക് ചെയ്തിട്ട് വിൽക്കുന്ന തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് ഇതാണെങ്കിൽ അവിടെ പാക്കറും ഏതിൽ വരുന്നതാണ്? ട്രേഡർ എന്നുള്ള ഡെഫിനേഷനിൽ വരും. മനസ്സിലായല്ലോ?
ഇനി അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്താണെന്നുള്ളതാണ് അടുത്ത ഡെഫിനേഷനിൽ പറയുന്നത്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് വലിയൊരു ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രേഡ് പ്രാക്ടീസ് വിച്ച് ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ദ സെയിൽ or supply of goods or for the provision of any service adopt any unfair method or unfair or deceptive practice including any of the following practices എന്നാണ് പറയുന്നത്. അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി ബിസിനസ് പ്രാക്ടീസ് ഓർ ആക്ട് ദാറ്റ് ഈസ് ഡിസെപ്റ്റീവ് അല്ലെങ്കിൽ ഫ്രോഡുലൻറ്റ് ഓർ കോസസ് ഇൻജുറി ടു എ കൺസ്യൂമർ. These practices can include acts that are deemed unlawful, such as those that violate a consumer protection law എന്നാണ് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് കൺസ്യൂമേഴ്സിനെ ചതിപ്രയോഗത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നടത്തുന്ന ഏത് ഡിസെപ്റ്റീവോ ഫ്രോഡുലൻറ്റോ ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഏതിൽ വരുന്നതാണെന്നാണ് പറയുന്നത്? ആ തരത്തിലുള്ള ബിസിനസ് പ്രാക്ടീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ദ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് എനി സ്റ്റേറ്റ്മെൻറ്റ് വെദർ ഓറലി or in writing or by visible representation which falsely represents that the goods are of a particular standard. ഒന്നുകിൽ ഓറലിയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് എഴുതാണ് ഈ ഗുഡ്സ് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഒക്കെ ഫോൾസ്ലി റെപ്രസെൻറ്റ് ചെയ്യുക, ശരിക്കുള്ളതല്ല ചെയ്യുന്നത്. അങ്ങനെ ആളുകളെ കബളിപ്പിക്കുക. പിന്നെ അതേപോലെ കുറേ പോയിൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. പെർമിറ്റ്സ് ദ പബ്ലിക്കേഷൻ ഓഫ് എനി അഡ്വർടൈസ്മെൻറ്റ് വെദർ ഇൻ എനി ന്യൂസ് പേപ്പർ ഓർ അതർവൈസ് ഫോർ ദ സെയിൽ ഓർ സപ്ലൈ അറ്റ് എ ബാർഗെയിൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ആർ നോട്ട് ഇൻറ്റൻറ്റഡ് ടു ബി ഓഫേർഡ് ഫോർ സെയിൽ ഓർ സപ്ലൈ അറ്റ് ദി ബാർഗെയിൻ പ്രൈസ്. വെറുതെ പത്രത്തിലൊരു പരസ്യം കൊടുത്തേക്കുക, ബാർഗെയിൻ പ്രൈസ്, ശരിക്കും ഇതിൻ്റെ വില 10,000 റുപ്പീസാണ്, എന്നിട്ട് അതവിടെ കട്ട് ചെയ്തിട്ട് 2,000 കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒരു ബാർഗെയിൻ പ്രൈസ് വെച്ചിട്ട് വെറുതെ പബ്ലിഷ് ചെയ്യുക. പക്ഷേ അവരുടെ ഈ സെല്ലേഴ്സിൻ്റെ മനസ്സിലൊരു ഉദ്ദേശമില്ല ഈ ബാർഗെയിൻ പ്രൈസിന് വിൽക്കുക എന്നുള്ളത്. വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മനസ്സിലായോ? പിന്നെ പെർമിറ്റ്സ് ദ ഓഫറിംഗ് ഓഫ് ഗിഫ്റ്റ് പ്രൈസസ് ഓർ അതർ ഐറ്റംസ് with the intention of not providing them as offered or creating impression that something is being given or offered free of charge. അതായത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് അങ്ങോട്ട് കൊടുത്തേക്കുക, പക്ഷെ അവർ ഓഫർ ശരിക്കും പ്രൊവൈഡ് ചെയ്യില്ല, വെറുതെ കൊടുത്തേക്കും ഒരു ഇതിൻ്റെ കൂടെ അത് ഫ്രീ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട്. പക്ഷെ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇങ്ങനത്തെ ഓഫേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല, വെറുതെ ആളുകളെ പറ്റിച്ചിങ്ങാണ്ട് ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ പെർമിറ്റ്സ് ദ സെയിൽ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഓർ ആർ ഓഫ് എ കൈൻഡ് likely to be used by consumers knowing or having reason to believe that the goods do not comply with the standards prescribed by competent authority, and permits the hoarding or destruction of goods or refuses to sell the goods or to make them available for sale or to provide any service if such hoarding or destruction or refusal raises or tends to raise or is intended to raise the cost of those or other similar goods or services. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഡെഫിനേഷൻ എഴുതലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ എഴുതുക. എനി ബിസിനസ് പ്രാക്ടീസ് ഓർ ആക്ട് ദാറ്റ് ഈസ് ഡിസെപ്റ്റീവ്, ഫ്രോഡുലൻറ്റ് ഓർ കോസസ് ഇൻജുറി ടു എ കൺസ്യൂമർ. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് വേണമെങ്കിൽ പറ്റുന്നവർ ഓരോ പോയിൻ്റായിട്ട് ഈ 5 പോയിൻ്റ് തന്നിട്ടുണ്ടല്ലോ, അതിൽ പറ്റുന്ന പോയിൻറ്റ്സ് എഴുതി വെക്കുക. ഇനി ലാസ്റ്റത്തെ ഡെഫിനേഷൻ ഇതാണ്, ബാർഗെയിനിങ് പ്രൈസ്. എന്താണ് ഈ ബാർഗെയിനിങ് പ്രൈസ് എന്ന് പറയുന്നത്? ബാർഗെയിനിങ് പ്രൈസ് മീൻസ് എ പ്രൈസ് ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ എനി അഡ്വർടൈസ്മെൻറ്റ് ടു ബി എ ബാർഗെയിൻ പ്രൈസ് ബൈ റെഫറൻസ് ടു എൻ ഓർഡിനറി പ്രൈസ് ഓർ അതർവൈസ്. ബാർഗെയിൻ പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം, ശരിക്കുള്ള പ്രൈസ് ഇത്രയാണ്, ഇത്രയ്ക്ക് കിട്ടുന്ന, അങ്ങനെ ഒന്നുകിൽ അതാവാം, അല്ലെങ്കിൽ a price that a person who reads, hears or sees the advertisement would reasonably understand to be a bargain price, having regard to the prices at which the product advertised or like products are ordinarily sold. ഓക്കെ, അപ്പോൾ ബാർഗെയിൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ വരുന്നുള്ളൂ. എന്താണ് ബാർഗെയിൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രൈസ് വിച്ച് ഇസ് സ്റ്റേറ്റഡ് ഇൻ ദി അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ.